வணக்கம், வணக்கம். ഓക്കെ, നമ്മള് ഇപ്പൊ ഇത് മൂന്നാമത്തെ ലൈവ് സെക്ഷനാണ്. ആറാമത്തെ 5 കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഇന്ന് നമുക്ക് ചന്ദ്രനെ കാണാൻ പറ്റിയിട്ടില്ല. ഇതിനകത്ത് ചന്ദ്രനെ നിരീക്ഷിക്കുന്നവരുണ്ടോ? ശ്രദ്ധിച്ചു തുടങ്ങിയോ? തുടങ്ങിയിട്ടുണ്ടെങ്കിലൊന്ന് നിരീക്ഷിച്ചു തുടങ്ങണേ. കാരണം വളരെ പ്രധാനപ്പെട്ടാണ്. പ്രപഞ്ചമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് ഏറ്റവും ആദ്യ സ്റ്റെപ്പും ഓക്കെ. അപ്പൊ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ള നമ്മളുടെ ശത്രു ആര് എന്നുള്ളതാണ്. ഇപ്പൊ നമ്മളുടെ വിജയത്തിൽ നിന്ന് ആദ്യം നമ്മൾ പഠിച്ചു. ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതെന്ന് പറയുന്നത് എന്താണ്? നമ്മളൊരു സിംഹമാണ്. നമ്മൾ സ്വയം എലിയാണെന്ന് ധരിച്ച് പൂച്ചയെ കണ്ട് ഭയന്നോടുകയാണ് എന്ന് നമ്മൾ പഠിച്ചായിരുന്നു, നമ്മൾ അറിഞ്ഞായിരുന്നു. അത് ഏകദേശം എല്ലാ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു ശരിയാണ്. ജീവിതത്തില് എപ്പോഴും നമ്മളെ കൊണ്ട് കഴിയില്ല എന്ന് വിചാരിച്ച് പല നിസ്സാരമായ കാര്യങ്ങളിൽ നിന്നും ഒളിച്ചോടുകയാണ് ചെയ്തത്. ഇപ്പോ ആ എലിയിൽ നിന്ന് സിംഹത്തിലേക്ക് പോകുന്നതിന്റെ ഭാഗം, അതായത് സിംഹം ആയില്ല. അതായത് നമുക്കൊരു നേരത്തെ പറഞ്ഞു അറിവ് കിട്ടി എന്ന് വിചാരിച്ചിട്ട് ഇപ്പോ സിംഹം ഒരു എലിയായിട്ട് മാറി എന്ന് പറയുന്നത്, അതായത് അവന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ അവന് തരണം ചെയ്യാൻ കഴിയാതെ അവനെ കൊണ്ട് വെറും പൂച്ചയെ കണ്ടിട്ട് ഭയപ്പെട്ട് ഓടുന്ന അവസ്ഥയാണെന്നത് ഒരു അറിവ് മാത്രമാണ്. അത് എന്തല്ല, അത് അനുഭവമായിട്ടില്ല. അതിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിലേക്ക് ഓരോ ദിവസവും സഞ്ചരിക്കുന്നതോറും നമുക്ക് ആത്മവിശ്വാസം കൂടി മനഃശക്തി ഡെവലപ്പായി വരികയാണ്. ഓക്കെ. അപ്പൊ പിന്നെ നമ്മൾ രണ്ടാമത്തെ, അതായത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഗ്രൂപ്പിനകത്ത് ചർച്ച ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചു. അത് ഞാൻ മുൻകൈ എടുക്കാത്തത് കൊണ്ടായിരിക്കും. ശരിക്ക് നമ്മൾ ഓരോരുത്തരും ഇനി വരുന്ന ക്ലാസ്സുകളിൽ വാട്സപ്പ് ഗ്രൂപ്പ്, ഡിസ്കസ് ഗ്രൂപ്പ് അത് ഉപയോഗപ്പെടുത്തണം. അതിനകത്ത് നിങ്ങൾ എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കുക. അതിന് സമയമൊന്നുമില്ല. നിങ്ങൾക്ക് എപ്പോഴാണോ സമയം കിട്ടുന്നത് ആ സമയത്ത് നോക്കുക. അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായത് എന്താണോ അത് പറയണം. അത് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ പറയാം. അപ്പൊ ഓരോരുത്തരുടെയും തലച്ചോറിൽ ഈ വിഷയത്തെ എങ്ങനെയാണ് ഉൾക്കൊള്ളുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കണം. അതായത് ഇന്നിട്ട ക്ലാസ് മുതൽ നമ്മൾ മനസ്സിന്റെ തലത്തിലേക്ക് പോവുകയാണ്, മനസ്സിന്റെ വിവിധ തട്ടുകളിലേക്ക് പോവുകയാണ്. അപ്പോൾ അത് വെറും കേൾവിക്കാരായതുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ കിട്ടില്ല. അപ്പോൾ അത് ചർച്ചയ്ക്ക് തന്നെ വരേണ്ടതാണ്. അപ്പോൾ അത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അങ്ങനെ, മനസ്സിലായിട്ടില്ലെങ്കിൽ അങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാൻ ഇത് പറയാം. ഇതിനു മുമ്പ് കഴിഞ്ഞ ക്ലാസ്സിൽ, അതായത് ഇന്നത്തെ ഇട്ട ക്ലാസ്സിനകത്ത് വന്നിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടാണ്. നമ്മളുടെ ശത്രു ആരാണ്? നമ്മളുടെ ശത്രു, നമ്മൾ അത് നോട്ട് എല്ലാവരും കണ്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു, അത് വായിച്ചു നോക്കിയെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ശത്രു ആരാണ്? ഇത് വളരെ പ്രധാനപ്പെട്ടാണ്. നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ ശത്രു ആരാണ്? അത് നമ്മൾ പല രീതിയിലുള്ള ശത്രുക്കളെ നമ്മൾ ഇതിൽ അകത്ത് പറഞ്ഞിരുന്നു. അതായത് രക്ഷകർത്താക്കളെ വയസ്സാകുന്ന സമയങ്ങളിൽ കൃത്യമായി നോക്കാതെ വരികയും അവരെ പരിഗണിക്കാതെ വരുമ്പോഴും അവർക്ക് രക്ഷകർത്താക്കളുടെ മനസ്സിൽ മക്കള് ശത്രുക്കളാകുമ്പോൾ മക്കളുടെ അവരുടെ സ്വാതന്ത്ര്യത്തിന് എതിര് നിൽക്കുന്ന രക്ഷകർത്താക്കളെ ശത്രുക്കളായിട്ട് കാണുന്നു. അതുപോലെ തന്നെ ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യയെയും ശത്രുക്കളായിട്ട് കാണുന്ന ചില സിറ്റുവേഷൻസ് ഉണ്ടാവുന്നു. ഒരു രാഷ്ട്രീയ പാർട്ടി മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലുള്ളവരുടെ ശത്രുക്കളായിട്ട് കാണുന്നു. അങ്ങനെ നിരവധി, ഞാനിത് ഇന്ന് കേട്ട കാര്യങ്ങളാണ്, നമ്മളതിനകത്ത് നോട്ടിട്ട കാര്യങ്ങളാണ്. അങ്ങനെ എല്ലാത്തിലും നമുക്ക് വേണമെങ്കിൽ ഒരു ശത്രുക്കളുണ്ട്. പക്ഷേ മനഃശക്തിയെ സംബന്ധിച്ചിടത്തോളം, നമുക്ക് മാനസികപരമായ വികസനത്തെ സംബന്ധിച്ചിടത്തോളം, നമ്മളെ കഴിവിന്റെ ഡെവലപ്പ് അല്ലെങ്കിൽ കഴിവ് വികസിപ്പിക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നമ്മുടെ ശത്രു എന്ന് പറയുന്നത്
നിന്നെ കൊണ്ട് കഴിയില്ല എന്ന് ആരാണോ പറയുന്നത് അവരാണ് ശത്രു. നമ്മളെ കൊണ്ട് കഴിയില്ല എന്ന് പറഞ്ഞത് ആരാണോ ആ വ്യക്തികളാണ് നമ്മുടെ ശത്രുക്കൾ. കാരണം അവരാണ് നമ്മുടെ ഈ കഴിവിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ അനുവദിക്കാതെ തടസ്സമായി നിന്നു. അപ്പൊ ബാക്കിയുള്ള എല്ലാ ശത്രുക്കളും അതൊന്നും ശത്രുക്കളെ, നമ്മൾ ഈ മനസ്സിന്റെ പവർ മനസ്സിലാക്കിയിടത്തോളം അതൊന്നും ശത്രുക്കളല്ല. അതൊക്കെ സിമ്പിളാണ്. നമ്മളെ കൊല്ലാൻ വരുന്ന ആൾ പോലും ഒരു പക്ഷേ സിമ്പിളാണ്. പക്ഷേ നിന്നെ കൊണ്ട് കഴിയില്ല എന്ന് പറയുന്നത് ആരാണോ അവരാണ് ശത്രുക്കൾ. വളരെ സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് കാലാന്തരത്തിൽ കാലങ്ങളായിട്ട് നമ്മളുടെ ബ്രെയിനിൽ ഇങ്ങനെ അടിച്ച് നിരന്തരം കേട്ട് കുറ്റപ്പെടുത്തലുകൾ കേട്ട് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളുടെ കഴിവിനെ വികസിപ്പിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഞാനിപ്പോ ഒരു ചെറിയൊരു ഉദാഹരണം പറയാം. ഇപ്പോ നമ്മൾ അതായത് ഒരു മനുഷ്യൻ ഇവിടെ കരയിലെ ഏറ്റവും വലിയ ജീവി എന്ന് പറയുന്നത് ആനയാണ്. ആന പോലും ജനിച്ചു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് നടന്നു കഴിയും. പക്ഷെ ഒരു മനുഷ്യക്കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടി, അതായത് മനുഷ്യൻ, അവൻ നടന്നു വരണമെങ്കിൽ ഏകദേശം എത്ര വർഷം എടുക്കും? അപ്പൊ അതായത് സ്വന്തം കാലിൽ നിവർന്ന് നിൽക്കാൻ ഏറ്റവും കൂടുതൽ സമയമെടുക്കുന്ന ഒരു ജീവി എന്ന് പറയുന്നത് മനുഷ്യനാണ്. ശരിയല്ലേ? ഏറ്റവും കൂടുതൽ പ്രകൃതിയിൽ ഇറങ്ങി ജനിച്ചതിന് ശേഷം നടക്കാൻ എടുക്കുന്ന ഒരു ജീവി എന്ന് പറയുന്നത് മനുഷ്യനാണ്. അപ്പൊ ഞാനിത് പറഞ്ഞതെന്ന് പറയുന്നത്, അപ്പൊ നമ്മൾ നടക്കാൻ തുടങ്ങിയത് അതായത് നമ്മളുടെ ഈ മനുഷ്യവർഗം ഒരു 4 കാലില് സഞ്ചരിക്കുകയാണെന്ന് വിചാരിച്ചു എല്ലാവരും. അങ്ങനെയെങ്കിൽ നമ്മൾ എവിടം വരെ എത്തും? നമ്മൾ വളർന്നു വരുമ്പോൾ നമ്മളെ രക്ഷകർത്താക്കൾ അവര് 4 കാലിലാണ് നടക്കുന്നത് കാണുമെങ്കിൽ നമ്മളുടെ ഏറ്റവും അവസാനത്തെ പടി എന്ന് പറയുന്നത് അങ്ങനെ 4 കാലിൽ നടക്കുന്നത് വരെ എത്താനാണ് ശ്രമിക്കുന്നത്. അത് 2 കാലിൽ നിവർന്നു നിന്ന് നടപ്പോഴാണ് നമ്മൾ ആ 2 കാലിൽ നിവർന്നു നിന്ന് നടക്കാൻ തുടങ്ങിയത്. അതിനുവേണ്ടി ശ്രമിച്ച നമ്മുടെ ചുറ്റിലുമുള്ള നമുക്ക് മുന്നേ വന്ന ആൾക്കാര് അവര് കൈ ഊന്നി കാല് ഉയർത്തിയാണ് പിടിച്ച് നടന്നിരുന്നെങ്കിൽ നമ്മൾ വളർന്നു വരുന്ന നമ്മളിത് കണ്ട് നമ്മൾ അതുവരെ ആയിരിക്കും. അതുവരെ നമുക്ക് പോകാൻ പറ്റും. കൈ ഊന്നിയിട്ട് കാല് നിവർത്തി ചിലപ്പോൾ നമ്മൾ നടന്നു പോകും. അപ്പൊ നമ്മൾ ഇന്ന് കണ്ടിരിക്കുന്ന ഒരാൾ നമ്മുടെ മുന്നേ ചെയ്തിരിക്കുന്ന അവിടം വരെ എത്താൻ നമ്മൾ ശ്രമിക്കും. അതിന്റെ അപ്പുറത്തേക്കുള്ളത് അതായത് 5% ആൾക്കാർ മാത്രമാണ് നിലവില് മനുഷ്യൻ നിൽക്കുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് പോകുന്നത്. അതിനപ്പുറത്തേക്ക് പോകാൻ ആരും അനുവദിക്കത്തില്ല, കൂട്ടത്തിലുള്ളവരും അനുവദിക്കത്തില്ല. കാരണം എന്താണ്? അത് പറ്റത്തില്ല. കാരണം അവരൊക്കെ ശ്രമിച്ചു, പറ്റത്തില്ല. പലരും ശ്രമിക്കില്ല. അതിനു മുമ്പേ അവരുടെയും ചുറ്റിലുമുള്ളവർ ഇത് തന്നെയാണ് പറഞ്ഞത്, കഴിയില്ല 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 കഴിയില്ല. ഈ കഴിയില്ല എന്ന് പറഞ്ഞ ഒരൊറ്റ കാര്യത്തിനകത്തൂടെയാണ് നമ്മൾ പോകുന്നത്. അപ്പൊ നമ്മളെ എന്തെങ്കിലും വ്യത്യസ്തമായി, നമ്മൾ ജനിച്ചു വന്നപ്പോഴത്തേക്ക് എന്തെങ്കിലും വ്യത്യസ്തമായി ചെയ്യാൻ തുടങ്ങിയപ്പോൾ നമ്മളെ ആരൊക്കെയാണോ തടഞ്ഞത് അവരാണ് നമ്മുടെ ശത്രു. മറ്റുള്ളവരെ കളിയാക്കിയ, അല്ലെങ്കിൽ നമുക്കൊരു തെറ്റ് പറ്റിയപ്പോൾ നമ്മളെ കളിയാക്കിയ വ്യക്തികളാണ് നമ്മുടെ ശത്രുക്കൾ. അതാരായിരുന്നു? ശരിയല്ലേ? ഇവിടെ നമ്മൾ പറയുന്നൊരു കാര്യം തന്നെ, അപ്പൊ നമ്മളുടെ മേലിൽ അല്ലെങ്കിൽ നമ്മളെ എത്ര പേരാണോ അടിച്ചൊതുക്കി നിർത്തിയത് അതേപോലെ തന്നെ എത്ര പേരെ ആയിരിക്കും നമ്മൾ ഒതുക്കിയിട്ടുള്ളത്? നമ്മൾ ഒരുപാട് പേരെ, അതായത് നമ്മളോട് നമ്മളെ കഴിവില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെ
അത് പറ്റൂല എന്ന് പറഞ്ഞതുപോലെ കഴിവില്ല നേരിട്ട് അങ്ങ് പറയല്ല, അത് പറ്റത്തില്ല, അതിനെ കൊണ്ട് പറ്റത്തില്ല, വെറുതെ അങ്ങോട്ട് പോണ്ട എന്ന് പറയുന്നത് പോലെ നമ്മൾ ഒരുപാട് പേരെടുത്ത് പറഞ്ഞിട്ടുണ്ട്. നമ്മളും ഒരുപാട് പേരുടെ ശത്രുക്കളാണ്. നമ്മളും പലരുടെയും കഴിവിനെ നിരുത്സാഹപ്പെടുത്തിയവരാണ്. നമ്മൾ മറ്റുള്ളവരെ അവരുടെ കഴിവ് കണ്ടിട്ട് പ്രോത്സാഹിപ്പിക്കാത്തവരാണ്. നമ്മൾ പ്രോത്സാഹിപ്പിക്കാത്തവരാണ്. അതായത് ഒരാളിനെ കഴിവില്ല എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഒരു കഴിവ് കണ്ടാൽ, നമ്മളെ മുന്നിൽ ആ ഒരു കഴിവ് കാണിച്ചാൽ ആ കഴിവിന് കൃത്യമായിട്ടുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു അറ്റൻഷൻ നമ്മൾ തിരിച്ച് കൊടുക്കാത്തതും വളരെ വലിയൊരു ദ്രോഹമാണ്. കാരണം നമ്മൾ വലിയ കണ്ടുപിടുത്തങ്ങളെന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും ചില കുട്ടികൾ നമ്മളടുത്ത് വന്ന്, അല്ലെങ്കിൽ ചില കൂട്ടുകാർ വന്ന് നമ്മളടുത്ത് ഇത് നോക്കണം, ഇത് എൻ്റെ ഇങ്ങനെ ഒരു ഐഡിയ ആണ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതൊക്കെ നമ്മൾ കുറെ കണ്ടത് തന്നെ എന്ന് പറയും. ഒരുപക്ഷെ നമ്മൾ വേറെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിച്ചിട്ട് ഈ കൂട്ടുകാരൻ വന്ന് കാണിക്കുമ്പോഴും നമ്മൾ പറയും എന്താണ്, ഇതൊക്കെ നമ്മൾ കണ്ടാൽ അവിടെ എന്ത് ചെയ്യും, ആ ആളിനെ നിരുത്സാഹപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഇത് നമ്മളും ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മളെ ശത്രു പട്ടികയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ശത്രു എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് കഴിവില്ല എന്ന് പറഞ്ഞതോ നമ്മളുടെ എന്താണ് ഒരാൾ വന്നു കഴിവില്ല എന്ന് പറഞ്ഞ ആളാണ് നമ്മുടെ പ്രധാനപ്പെട്ട ശത്രു. അതെങ്കിൽ ഏറ്റവും അല്ല നമ്മളെ എന്താണ് ആ പ്രധാനപ്പെട്ട വാക്ക് ശരിയാണെന്ന് അറിയില്ല, നമ്മുടെ ശത്രു പട്ടികയിൽ വരുന്ന ആൾക്കാർ. ഇനി വളരെ വലിയൊരു രഹസ്യം പറയാം. യഥാർത്ഥ ശത്രുവിനെ കാണാൻ പോവുകയാണ്. യഥാർത്ഥ ശത്രു ആരായിരിക്കും? ഇപ്പൊ നമ്മൾ ശത്രുവിനെ മനസ്സിലായി. യഥാർത്ഥ ശത്രു എന്ന് പറയുന്നത്, അതായത് നമ്മളുടെ ഒരു കഴിവ് കണ്ട് നമ്മളെ കൊണ്ട് കഴിയില്ല എന്ന് പറഞ്ഞവർ, അവർ പറഞ്ഞിട്ട് അവര് പാട്ടിന് പോയി. ഒരാൾ പറഞ്ഞു, രണ്ടുപേർ പറഞ്ഞു, പലരും പറഞ്ഞു, പലരുടെ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞു. ചിലപ്പോൾ രക്ഷകർത്താക്കളായിരിക്കും ഇവരെ കണ്ടുപിടി നിനക്കെന്ത് കഴിവുണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞ് ആ പറഞ്ഞവരൊക്കെ നമ്മളടുത്തുനിന്ന് പറഞ്ഞു കഴിഞ്ഞ് അവർ പോയി. പക്ഷെ ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ശത്രു എന്ന് പറയുന്നത്, ഒരു കാര്യം തുടങ്ങുന്നതിന് മുന്നേ തന്നെ നമ്മളോട് പറയുന്നു നമ്മളെ കൊണ്ട് പറ്റില്ല എന്ന്. ശത്രു പട്ടികയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളിനെടുത്തിട്ടുണ്ട്. നമുക്ക് കഴിവില്ല എന്ന് പറഞ്ഞവരാണ് നമ്മുടെ പ്രധാനപ്പെട്ട ശത്രുക്കൾ, അല്ലെങ്കിൽ വലിയ തലവനായിട്ട് നിൽക്കുന്നത്. നമ്മളോടാണ് ഇപ്പൊ പറയുന്നത് നമുക്ക് പറ്റില്ല, നമുക്ക് കഴിയില്ല എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക്